ഈ പാസ്കലിന്റെ തന്നെ ഒരു ആർഗ്യുമെന്റും കൂടെ ഉണ്ട്. ഇഫ് യു വോണ്ട് ടു വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാം. ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെന്റ്. പാസ്കൽ വാദിച്ചത് ദാറ്റ് പാസ്കൽ വാസ് എ വെരി ഡീപ്പ് ക്രിസ്ത്യൻ തിങ്കർ. അതാണ് 40 വയസ്സ് പോലും പുള്ളി ജീവിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് ആ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം കംപ്ലീറ്റ്ലി വാസ് ഡിവോട്ടഡ് ടു ദ സ്റ്റഡി ഓഫ് തിയോളജി. അവിടെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ മറ്റ് മേഖലയിലുള്ള ചിന്തകളെയും മാത്തമാറ്റിക്സിലും ഉള്ള ആ മനുഷ്യൻ നടത്തിയ കോൺട്രിബ്യൂഷൻസിനെ എത്രത്തോളമാണ് ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ സ്വാധീനിച്ചെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെൻസീസ് വായിക്കണം. അതിൽ അദ്ദേഹം വെക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ആണ് ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെൻറ്റ്. അതിൽ അദ്ദേഹം ബേസിക്കലി ആർഗ്യൂ ചെയ്യുന്നത്, ഇന്ന് അതിച്ചൂടെ ഫോർമലൈസ് ചെയ്തിട്ടുണ്ട്. ഡഗ്ലസ് ഗ്രോട്ടായസിൻ്റെ ക്രിസ്ത്യൻ അപ്പോളജറ്റിക്സ് എന്ന പുസ്തകത്തിൽ ഒരു എൻറ്റയർ ചാപ്റ്റർ തന്നെ, ഒരു എൻറ്റയർ പേപ്പർ തന്നെ പാസ്കൽസ് ആന്ത്രോപോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് ആ പേരിൽ തന്നെ ഉണ്ട്. ഇഫ് എനിവൺ ഈസ് ഇൻട്രസ്റ്റഡ് ടു റീഡ്. അദ്ദേഹം വാദിച്ചത് ലോകവിശ്വാസങ്ങളെയും ലോക മതങ്ങളെയും ആശയങ്ങളെയും എല്ലാം എടുത്താൽ 2 തരമായിട്ട് നമുക്ക് തിരിക്കുവാൻ കഴിയും. ഒന്ന്, മനുഷ്യനെല്ലാം അറിയുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ. ബുദ്ധ എന്ന് പറഞ്ഞാൽ എന്താ? ദി എൻലൈറ്റൻഡ് വൺ, അല്ലേ? നമുക്ക് ഈ ലോകത്തിൽ നിന്ന് മാറി സ്വയം നമ്മുടെ കഴിവിനാൽ തന്നെ ജ്ഞാനയോഗം, അല്ലെങ്കിൽ ഹിന്ദുയിസത്തിലും ആ ഒരു ഐഡിയ ഉണ്ട്, ന്യൂ ഏജ്. ഇതൊക്കെ മനുഷ്യൻ എന്തോ പെർഫെക്ഷൻ മനുഷ്യന് സ്വയം നേടാൻ കഴിയും, കർമ്മയെ കൂടെ നേടാൻ കഴിയും എന്നുള്ള ആശയം. രണ്ടാമത്തെ ആശയം, മനുഷ്യനെ ചീച്ചി ഒട്ടും കൊള്ളത്തില്ല, അല്ലെങ്കിൽ മനുഷ്യൻ്റെ കണ്ടീഷൻ തന്നെ. ഇപ്പോൾ ഇസ്ലാമിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ അടിമയാണ്, അള്ളയുടെ അടിമയാണ്. അപ്പം മനുഷ്യനൊരു വാല്യൂ ഇല്ല. അതുപോലെ തന്നെ ഭൗതികവാദത്തിൽ വി ആർ ജസ്റ്റ് മാറ്റർ, നമുക്ക് വേറെ സോളും കാര്യമൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ ആശയങ്ങളുടെ പുറത്ത് മതങ്ങളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുവാൻ കഴിയും എന്ന് പാസ്കൽ പറയുന്നത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രം ഇത് രണ്ടും ഒന്നിക്കുന്നു. മനുഷ്യനിലേക്ക് നോക്കുമ്പോൾ വീണുപോയ തേജസ് നമുക്ക് കാണുവാൻ കഴിയും. ദ പെർഫെക്ഷൻ ദാറ്റ് വാസ് ലോസ്റ്റ്. അഥവാ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ഇമേജ് മനുഷ്യന് കൊടുത്തു എന്നത് കാണുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനം 8-ാം അധ്യായത്തിൽ ആ എഴുത്തുകാരൻ, ആ സങ്കീർത്തനക്കാരൻ ഈസ് ക്രൈയിങ് ഔട്ട്, വെൻ ഐ കൺസിഡർ ദ ഹെവൻസ്. ഈ പ്രപഞ്ചത്തെയും അതിൻ്റെ അത്ഭുതങ്ങളെല്ലാം നോക്കുമ്പോൾ, വാട്ട് ഈസ് മാൻ ദാറ്റ് യു ആർ മൈൻഡ്ഫുൾ ഓഫ് ഹിം, ദ സൺ ഓഫ് മാൻ ദാറ്റ് യു കെയർ ഫോർ ഹിം. അതേ സമയത്ത് തന്നെ ഇതേ ബൈബിൾ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, the wretched man that I am, this body of death. അല്ലേ? ഈ 2 ഐഡിയാസും, അഥവാ നമ്മുടെ ഉള്ളിൽ തന്നെ കാണുന്ന എല്ലാ മനുഷ്യരുടെ അകത്തും ഒരു തേജസ്സും കാണാൻ പറ്റും, പക്ഷെ ഒരു വീഴ്ചയും കാണാൻ പറ്റും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏക വേൾഡ് വ്യൂ ക്രിസ്ത്യാനിറ്റിയാണ്.